നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്ററി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ട്രോളാണ്. നയൻതാര അതിൽ ആക്ച്വലി ഡോമിനേറ്റ് ചെയ്യുന്നു, വിഘ്നേഷിനെ ഡോമിനേറ്റ് ചെയ്യുന്നു. പിന്നെ ഭയങ്കര ക്രിഞ്ചാണ്. പിന്നെ അവരെ ഭയങ്കരമായ രീതിയിൽ ട്രോളി. ഓൾറെഡി അത് വിവാദത്തിലായിരുന്നു. ധനുഷിന്റെ ഇഷ്യൂമായിട്ട് വിവാദമൊക്കെ കഴിഞ്ഞിട്ടാണ് റിലീസായത്. ബട്ട് ആ ഒരു വിവാദത്തിന് അപ്പുറം ആ ഒരു മൂവി റിലീസായി കഴിഞ്ഞപ്പോൾ, മൂവി റിലീസായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ട്രോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നയൻതാര ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവരുടെ ലൈഫിലും പേഴ്സണൽ ലൈഫിലും എല്ലാം അവർ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് ശരിക്കും സോ കോൾഡ് ആയിട്ടുള്ള ആൾക്കാർ കണ്ടെത്തിയ ഒരു കുറ്റം. ബട്ട് സ്റ്റിൽ ആഫ്റ്റർ ഇത്രയും ഒരു നെഗറ്റീവ് റിവ്യൂ വന്നതിന് ശേഷമാണ് ഞാൻ കണ്ടത്. പേഴ്സണലി എനിക്ക് 2-3 സ്ഥലങ്ങളിലുള്ള മെയിൻ ക്രിഞ്ചസ് ഒഴിച്ച് ബാക്കി എനിക്ക് വളരെ നല്ലൊരു ടച്ചിങ് ആയുള്ള ഒരു ഡോക്യുമെന്ററി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി അവർ കടന്നു വന്ന വഴികൾ അവർ സ്പഷ്ടമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ വന്ന കഷ്ടപ്പാടുകൾ, അവർ തരണം ചെയ്ത വഴികൾ, അവരുടെ ലൈഫിൽ പേഴ്സണൽ ലൈഫിലൊക്കെ അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളിൽ പലരും കൂടെ നിൽക്കാഞ്ഞത്, പലരും നല്ല ആരും കൂടെ നിൽക്കാഞ്ഞതൊക്കെ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലൊക്കെ അവർ പറയുന്നുണ്ട്. ആരും അവർക്ക് ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ സന്ദർഭങ്ങളിൽ ആരും തിരിഞ്ഞു നോക്കിയില്ല, ആരും ഒന്ന് ചോദിച്ചു പോലില്ല, അന്വേഷിച്ചില്ല എന്നൊക്കെ പറയുന്ന വളരെ ടച്ചിങ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ഉണ്ട്. ആ പോർഷൻസ് ഒന്നും ഈ ട്രോളിനകത്ത് കണ്ടില്ല. ട്രോളിനകത്ത് കണ്ടത് സ്റ്റിൽ എനിക്കും ഫീൽ ചെയ്ത ചില ക്രിഞ്ചസ് ഒക്കെ ഉണ്ട്. അതായത് കഴിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ബൈറ്റ് കൊടുക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു സീന് മേ ബി അത് സത്യമായിരിക്കാം, അവരുടെ പേഴ്സണൽ ലൈഫിൽ അത് സത്യമായിരിക്കാം. പക്ഷേ നമ്മൾ അതൊരു കാണുമ്പോൾ നമുക്കൊരു ക്രിഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ 1-2 എനിക്ക് മാക്സിമം ഒരു 2 സ്ഥലത്ത് മാത്രമാണ് എനിക്ക് ക്രിഞ്ച് ഫീൽ ചെയ്തത്. ബാക്കി ടോട്ടലി ഐ വാസ് വെരി സാറ്റിസ്ഫൈഡ്, ഐ വാസ് വെരി ഹാപ്പി ആയിരുന്നു ആ ഒരു ഫിലിം കണ്ടതിന് ശേഷം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു നെഗറ്റീവ് റിവ്യൂസ് കണ്ട് കാണാതിരിക്കരുത്. നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങളൊരു ടൈം വേസ്റ്റ് ആകുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. നല്ലൊരു ഡോക്യുമെന്ററി തന്നെയാണ്.